കാമുകിക്കൊപ്പം ചേർന്ന് കാമുകിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും അതേ കാമുകിയെയും പിന്നീട് കൊല ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതി മരണപ്പെട്ടു. താനൂർ തെയ്യാല ഓമച്ചപ്പുഴ കൊളത്തൂർ ബഷീറാണ് മരിച്ചത്. മെയ് 31-ന് മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. മത്സ്യത്തൊഴിലാളിയും കാമുകി സൗജ്യത്തിന്റെ ഭർത്താവുമായിരുന്ന താനൂർ അഞ്ചുടി സ്വദേശി പൗറകത്ത് സവാദിനെ 2018-ലാണ് ബഷീർ കൊലപ്പെടുത്തിയത്. കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയായിരുന്ന സവാദിനെ മരത്തടി കൊണ്ട് തലക്കടിക്കുകയും പിന്നീട് കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഗൾഫിലായിരുന്ന ബഷീർ കൃത്യം നടത്താൻ വേണ്ടി മാത്രം നാട്ടിലെത്തുകയും സംഭവത്തിന്റെ പിറ്റേന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഗൾഫിലും ഇയാൾക്കെതിരെ പ്രചരണമുണ്ടായതോടെ പിടിച്ചു നിൽക്കാനാകാതെ തിരിച്ച് നാട്ടിലെത്തി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. സൗജിത്തും കേസിൽ പ്രതിയായിരുന്നു. റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇരുവരും പുളിക്കലിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരവേ കഴിഞ്ഞ നവംബർ 30-നാണ് സൗജിത്തിനെ മരിച്ച നിലയിൽ ഇവിടെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്നും പ്രതി ബഷീറാണെന്നും കണ്ടെത്തി. എന്നാൽ ഇതിനിടെ കോട്ടക്കലിൽ ബഷീറിനെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷമാണ് സബ് ജയിലിലേക്ക് മാറ്റിയത്. സബ് ജയിലിൽ കഴിയവേ മെയ് 31-ന് കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്.